പാപ്പിയാപ്പച്ച ചെയ്തപ്പോൾ അത് എൻ്റെ നാട് ഇടുക്കിയാണ്. അപ്പം അവിടെ ഉണ്ടായിരുന്ന കുറേ എനിക്ക് പരിചയമുള്ള കുറേ ആളുകളെ മനസ്സിൽ കണ്ട് കുറേ സന്ദർഭങ്ങൾ മനസ്സിൽ കണ്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ അന്ന് അതൊരു നന്നായിട്ട് ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ മാന്നാർ മത്തായിലേക്ക് വരുമ്പോൾ നമ്മൾ ആ സാഹചര്യം എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന് മനസ്സിൽ കണ്ടെഴുതുന്നു, അത് ചെയ്യുന്നു. എന്ന് അടുത്ത സിനിമ ഇങ്ങനത്തെ ആയിരിക്കണമെന്നേ ഇല്ല. അടുത്ത സിനിമ മറ്റൊരു പാറ്റേൺ ചെയ്യണമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ആഗ്രഹം. ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെടണമെന്നില്ല. ചെറുപ്പത്തിൽ അമ്മയോട് ഞാനിങ്ങനെ സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ വിചാരം അച്ഛനും അമ്മയ്ക്കും നമുക്ക് അങ്ങനെയാണല്ലോ, എല്ലാം അറിയാം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചോദിക്കാം. അമ്മയും എസ്കേപ്പ് ചെയ്യാൻ പറയുന്ന പല മറുപടികളുണ്ടാവും. അമ്മ അതങ്ങനെ എങ്ങനെയാണ്, അപ്പോൾ അമ്മ എന്തെങ്കിലും ഒരു മറുപടി പറയും. അപ്പോൾ ആ കാലത്ത് അറിഞ്ഞതാണ്, അമ്മയുടെ ഒരു ഉത്തരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്, ഡയറക്ടറാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്, ഒരു സിനിമ എങ്ങനെ ആകണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ആൾ ഡയറക്ടറാണ്. അതുവരെ നമുക്ക് ആക്ടേഴ്സിനോടൊക്കെ ആയിരുന്നല്ലോ ചെറുപ്പത്തിലൊക്കെ. അതിൽ നിന്നാണ് ഇതാണല്ലേ കക്ഷി എന്നുള്ള ചിന്ത അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കാരണം ധാരാളം സിനിമ കാണണമെന്ന് ആഗ്രഹം തോന്നുന്ന സമയത്ത് തടസ്സപ്പെടുത്താതിരുന്ന അച്ഛനും ഒരിക്കലും തടസ്സം പറഞ്ഞിട്ടില്ല, സിനിമ കാണരുതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എൻ്റെ വല്യച്ഛൻ, എൻ്റെ വല്യമ്മ, ഇവരൊക്കെ വളരെയധികം സ്വാധീനിച്ച വ്യക്തികളാണ്. പിന്നീട് അങ്ങോട്ട് ഞാൻ സിനിമയിലേക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വരുന്നത് റാഫി മക്കാട്ടിൻ സാറുമായിട്ടുള്ള പരിചയമാണ്. അദ്ദേഹത്തെ ഒരു ക്യാമ്പിൽ വെച്ച് പരിചയപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ അവരുടെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ കയറുന്നത്. പിന്നെ ശരിക്കും ഒരു സിനിമ ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തിച്ചത് ദിലീപേട്ടനും അദ്ദേഹത്തിൻ്റെ അനുജൻ അനൂപേട്ടനുമാണ്. അവരുടെ സുഹൃത്ത് വ്യാസൻ ഇടവനക്കാട്, ഇവരുടെയൊക്കെ ഒരു ഹെൽപ്പിലാണ് എനിക്ക് ആദ്യത്തെ സിനിമ ചെയ്യാൻ കഴിഞ്ഞത്. കാരണം എന്നെപ്പോലെ ഒരു പുതിയ ആൾ, അത് 3 സിനിമ മാത്രം അസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ കഥ ഇന്ന് ഒരുപാട് അത്തരം ആളുകൾ വരുന്നുണ്ട്. അന്ന് അങ്ങനെ ആളുകൾ വരുന്ന സമയമേ അല്ലായിരുന്നു. അന്ന് അവരത് അപ്രൂവ് ചെയ്യാൻ അവർക്ക് തോന്നിയ ആ തോന്നലിലാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്നൊരു സംവിധായകൻ എന്നുള്ള നിലയിലേക്കുള്ള ഉയർച്ച ഉണ്ടായതെന്ന്. എൻ്റെ അങ്ങനെ നോക്കുവാണെങ്കിൽ സിനിമയുടെ തുടക്കം എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് ദിലീപേട്ടനും അനൂപേട്ടനും ഒക്കെയാണ് ആയിരിക്കും. സിനിമയോട് ശരിക്കും ആഗ്രഹമുള്ള ഒരാൾക്ക് ഇതൊരു സ്ട്രഗിളിങ് ആയിട്ട് തോന്നില്ല എന്നാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്തായിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് സിനിമയിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വർഷം പറയാനാണെങ്കിൽ ഒരു 2005 മുതലാണ് ഞാൻ സിനിമയിൽ സജീവമായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ വന്നു തുടങ്ങി. പക്ഷെ അതല്ല എൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം. എനിക്ക് എന്ന് സിനിമയോട് ഇഷ്ടം തോന്നി അന്ന് മുതൽ ഞാൻ സിനിമയിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെല്ലാം എൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് സ്ട്രഗിളിങ് എന്ന് പറയുന്നത് എല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു പ്രോസസ്സാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കതൊന്നും വലിയ കാര്യങ്ങളല്ല. ഇപ്പോൾ ഒരാൾക്കൊരു ജോലി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അവനിഷ്ടമുള്ളൊരു കാര്യം ചെയ്യണമെങ്കിൽ കുറേ കടമകൾ കടക്കേണ്ടി വരുമായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അതിനൊരു സ്ട്രഗിളിങ് അല്ലെങ്കിൽ എന്താ പറയുക, മദ്രാസിൽ പോയി പൈപ്പോളം കുടിക്കുക പറയുന്ന പഴയ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ അതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. നമ്മളിപ്പോൾ എപ്പോഴാണ് തോന്നുന്നതെന്നറിയോ, നമുക്ക് കഴിവുണ്ട് എന്ന് നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടാവുകയും മറ്റുള്ളവരെ അത് അംഗീകരിക്കാതിരിക്കുകയും ഇത് പ്രകടിപ്പിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതെ പോവുകയും ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഈ പറയുന്ന സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഒരു കാര്യം ആലോചിക്കേണ്ടത്, മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം നോക്കുക, അതിലൊരു പകുതിയും ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരായിരിക്കും ചെയ്യുക. അതിന് ശേഷമുള്ളതായിരിക്കും പുതിയ ആളുകൾ വരിക. അപ്പം ഇത്രയും സിനിമകളെ ചെയ്യാനേ ഇവിടെ ആൾക്കാരുള്ളൂ. അപ്പം അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. നമുക്ക് ഒരു വർഷം പുതിയ ആളുകളുടെ എണ്ണം എടുത്ത് വളരെ കുറവൊക്കെ ആയിരിക്കും. 10,000ങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാൾക്ക് ആകാൻ പറ്റുക എന്നുള്ള വലിയ കാര്യം തന്നെയാണ്. അപ്പം അതിനെ സ്ട്രഗിൾ എന്ന് വിളിക്കണമെങ്കിൽ വിളിക്കാം, പക്ഷെ വേറെ വഴിയില്ല. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മുടെ കഥ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രൊഡ്യൂസർ വേണം, നമ്മുടെ കഥ മനസ്സിലാക്കാൻ പറ്റുന്ന ആക്ടേഴ്സ് വേണം. എല്ലാം കൂടെ ഒത്തുവരുമ്പോഴേ പ്രൊജക്റ്റ് എപ്പോഴും നടക്കാറുള്ളൂ. നമുക്ക് നമ്മുടെ ഒരു സമയത്തെയാണ് നമുക്ക് ഏറ്റവും അന്നൊക്കെ പണ്ടൊക്കെ നമ്മൾ അങ്ങനെ നമ്മളെപ്പോഴും പറയാം.
നമുക്ക് മുമ്പുള്ള തലമുറ അവരുടെ കാലത്തെ പറയാം. ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ വരുന്ന പുതിയ പിള്ളേർ അവരുടെ കാലത്തെക്കുറിച്ചായിരിക്കും പറയാം. എല്ലാവർക്കും അവരുടേതായ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നമ്മളെടുത്ത അത്ര സമയം തന്നെ അവരും എടുക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഒരു ദുഷിച്ച മനോഭാവമെന്ന് ഞാൻ പറയാം. ഞാനൊക്കെ 10 വർഷം അസിസ്റ്റൻ്റായിട്ട് ഇരുന്നിട്ടാണ് സിനിമ ചെയ്തതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പുതിയ വരുന്നൊരുത്തൻ നേരെ ഡയറക്ടറായിട്ട് സിനിമ ചെയ്യുകയാണെങ്കിൽ അവന് അത് അസൂയയുടെ പുറത്ത് പറയുന്ന മാത്രമല്ല. അവൻ്റെ സമയം മാറി. കാരണം മുമ്പുണ്ടായിരുന്ന പോലെ അല്ല, ടെക്നോളജി വലുതായി, ആക്സസ് കൂടി, എല്ലാവർക്കും സോഷ്യൽ മീഡിയകൾ ഒരുപാട് വന്നു. അപ്പം ആൾക്കാർക്ക് ഇപ്പം മുമ്പൊക്കെ ഒരു ഡയറക്ടറിനെ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിനെ വിളിക്കാനൊന്നും അങ്ങനെ പറ്റിക്കണമെന്നില്ല. ഇപ്പോൾ അത് കോണ്ടാക്ട് ചെയ്യാൻ ധാരാളം മാർഗ്ഗങ്ങളായി. അപ്പോൾ അത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. അത് പാഷൻ ഇല്ലാതെ അവർക്കൊന്നും ആർക്കും വരാൻ കഴിയില്ല എന്നാണ്. വന്നാൽ തന്നെ നിലനിൽക്കാൻ കഴിയില്ല. വരുമായിരിക്കാം കുറച്ച് സിനിമകൾ എന്നതിലൊക്കെ അപ്പുറം നിലനിൽക്കണമെങ്കിൽ അതിനോട് അത്രയധികം ആഗ്രഹമുള്ളവർ തന്നെ വന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ പുതിയ വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത് അവരുടെ മിടുക്ക് കൊണ്ടും അവരുടെ സമയത്ത് അവരുടെ ഈ ടൈമിൽ അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എല്ലാം ഒത്തുവരുന്നതുകൊണ്ടാണ്. അത് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.